ഡിസംബർ 14 സെയിൻറ് ജോൺ ഓഫ് ദ ക്രോസ്. 16-ാം നൂറ്റാണ്ടിലെ കർമ്മലീത്ത പുരോഹിതൻ ആവിലായിലെ വിശുദ്ധ തെരേസയുമായി ചേർന്ന് തൻ്റെ ക്രമം പരിഷ്കരിക്കുന്നതിനും ആത്മാവിൻ്റെ ഇരുണ്ട രാത്രി എന്ന ക്ലാസിക് ആത്മീയ ഗ്രന്ഥം രചിച്ചതിനും പേരുകേട്ടതാണ്. 1926 മുതൽ സഭയുടെ ഒരു ഡോക്ടറായി ബഹുമാനിക്കപ്പെട്ട അദ്ദേഹത്തെ ചിലപ്പോൾ മിസ്റ്റിക്കൽ ഡോക്ടർ എന്നും വിളിക്കുന്നു. ദൈവമായുള്ള ആത്മാവിൻ്റെ ഐക്യത്തെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ ആഴമായ പഠിപ്പിക്കലുകളാണ് ഇതിന് കാരണം. 1542 സ്പാനിഷ് നഗരമായ ആവിലയ്ക്കടുത്തുള്ള ഫോണ്ടിവെറോസിൽ ജനിച്ചു. ചെറുപ്പത്തിൽ തന്നെ അച്ഛൻ ഗോൺസാലോ മരിച്ചു. അമ്മ കാറ്റലീന കുടുംബം പുലർത്താൻ പാടുപെട്ടു. ജോൺ ആദ്യകാലങ്ങളിൽ അക്കാദമിക് വിജയം കണ്ടെത്തി. എന്നാൽ ഒരു അപ്രൻറ്റീസായി ഒരു ട്രേഡ് പഠിക്കാനുള്ള തൻ്റെ ശ്രമത്തിൽ പരാജയപ്പെട്ടു. പകരം അദ്ദേഹം ദരിദ്രർക്ക് വേണ്ടിയുള്ള ഒരു ആശുപത്രിയിൽ വർഷങ്ങളോളം ജോലി ചെയ്തു. മദീന ഡെൽ കാംബോ പട്ടണത്തിലെ ഒരു ജെസ്യൂട്ട് കോളേജിൽ പഠനം തുടർന്നു. കർമ്മലീത്തുകളിൽ ചേരുന്നതിന് മുൻപ് തന്നെ അദ്ദേഹം കഠിനമായ ശാരീരിക സന്യാസം അനുഷ്ഠിച്ചിരുന്നു. ഏകാന്തത, നിശബ്ദത, ദാരിദ്ര്യം എന്നിവയെ ഊന്നിപ്പറയുന്നവരുടെ യഥാർത്ഥ ജീവിത നിയമമനുസരിച്ച് ജീവിക്കാനുള്ള അനുമതി ലഭിച്ചു. 1567 സലാമൻകയിൽ പഠിച്ചതിന് ശേഷം ജോൺ പുരോഹിതനായി. എന്നാൽ കർമ്മലീത്തുകളോടൊപ്പം തുടരുന്നതിന് പകരം കൂടുതൽ കഠിനമായ കാർത്തൂഷ്യൻ ക്രമത്തിലേക്ക് മാറാൻ ആലോചിച്ചു. എന്നിരുന്നാലും അത്തരമൊരു നടപടി സ്വീകരിക്കുന്നതിന് മുൻപ് അദ്ദേഹം ആവിലായിലെ വിശുദ്ധ തെരേസയായി വാഴ്ത്തപ്പെട്ട കർമ്മലീത്ത കന്യാസ്ത്രീയെ കണ്ടുമുട്ടി. 1515 ജനിച്ച തെരേസ 1535 സമർപ്പിത മതജീവിതത്തെ രക്ഷയിലേക്കുള്ള ഏറ്റവും സുരക്ഷിതമായ പാതയായി കണക്കാക്കി. അന്നു മുതൽ അവൾ ശ്രദ്ധേയമായ ആത്മീയ പുരോഗതി കൈവരിച്ചു. 1560കളിൽ അവർ കർമ്മലീത്തുകളെ അവരുടെ യഥാർത്ഥ ജീവിതരീതി കർശനമായി പാലിക്കുന്നതിനുള്ള ഒരു പ്രസ്ഥാനം ആരംഭിച്ചു. ഉത്തരവ് ഉപേക്ഷിക്കരുതെന്ന് അവൾ ജോണിനെ ബോധ്യപ്പെടുത്തി, മറിച്ച് അതിൻ്റെ പരിഷ്കരണത്തിനായി പ്രവർത്തിക്കാൻ ഉപദേശിച്ചു. തൻ്റെ മതപരമായ പേര് യോഹന്നാൻ ഓഫ് സെയിൻറ്റ് മത്തിയാസ് എന്നതിൽ നിന്ന് കുരിശിൻ്റെ ജോൺ എന്നാക്കി മാറ്റി. 1568 നവംബറിൽ പുരോഹിതൻ ഈ ജോലി ആരംഭിച്ചു. ഒപ്പം ക്രമത്തിലുള്ള മറ്റ് 2 പുരുഷന്മാരും ഒപ്പം ചെറുതും കഠിനമായ ഒരു വീട് പങ്കിട്ടു. ഡിസ്കാൾസ്ഡ് കർമ്മലൈറ്റ്സ് എന്ന പുതിയ റിക്രൂട്ട്മെൻറ്റിൻ്റെ ചുമതല ജോൺ കുറച്ചുകാലം വഹിച്ചു. അവർ ദാരിദ്ര്യത്തിൻ്റെ അടയാളമായി സാധാരണ ഷൂസിന് പകരം ചെരുപ്പുകൾ ധരിച്ചിരുന്നു. വിശുദ്ധ തെരേസയുടെ നേതൃത്വത്തിൽ ആവിലായിൽ ഒരു ആശ്രമത്തിൽ കുമ്പസാരക്കാരനായും അദ്ദേഹം 5 വർഷം ചെലവഴിച്ചു. അവരുടെ നവീകരണ പ്രസ്ഥാനം അതിവേഗം വളർന്നു. എന്നാൽ 1570കളിൽ അതിൻ്റെ ഭാവി അപകടത്തിലാക്കിയ കടുത്ത എതിർപ്പ് നേരിടേണ്ടി വന്നു. 1577 ഡിസംബറിൻ്റെ തുടക്കത്തിൽ ഉത്തരവിനുള്ളിൽ ജോണിൻ്റെ നിയമനം സംബന്ധിച്ച തർക്കത്തിനിടെ കർശനമായ ആചരണത്തെ എതിർത്തവർ അദ്ദേഹത്തെ പിടികൂടി ഒരു ചെറിയ സെല്ലിൽ തടവിലാക്കി. അവൻ്റെ കഷ്ടപ്പാട് 9 മാസം നീണ്ടുനിന്നു. കൂടാതെ മറ്റ് കഠിനമായ ശിക്ഷകളോടൊപ്പം പതിവായി പരസ്യമായി അടിക്കുകയും ചെയ്തു. എന്നിട്ടും ഈ കാലഘട്ടത്തിലാണ് അദ്ദേഹം തൻ്റെ ആത്മീയ രചനകൾക്ക് അടിസ്ഥാനമായ കവിതകൾ രചിച്ചത്. 1578 ഓഗസ്റ്റിൽ ജയിലിൽ നിന്ന് രക്ഷപ്പെടാൻ ജോണിന് കഴിഞ്ഞു. അതിനുശേഷം അദ്ദേഹം ഡിസ്കാൾഡ് കർമ്മലീത്ത് കമ്മ്യൂണിറ്റികൾ സ്ഥാപിക്കുകയും നയിക്കുകയും ചെയ്യുന്ന ജോലി പുനരാരംഭിച്ചു. ഒരു ദശാബ്ദത്തിനിടയിൽ അദ്ദേഹം തൻ്റെ ആത്മീയ പഠിപ്പിക്കലുകൾ കാർമൽ പർവ്വതത്തിൻ്റെ കയറ്റം, ദ ലിവിംഗ് ഫ്ലെയിം ഓഫ് ലവ്, ആത്മാവിൻ്റെ ഇരുണ്ട രാത്രി തുടങ്ങിയ കൃതികൾ അവതരിപ്പിച്ചു. എന്നാൽ ഉത്തരവിനുള്ളിലെ ഗൂഢാലോചന ഒടുവിൽ അദ്ദേഹത്തിൻ്റെ നേതൃത്വ സ്ഥാനത്തെ നഷ്ടപ്പെടുത്തി. അദ്ദേഹത്തിൻ്റെ അവസാന വർഷങ്ങളിൽ കൂടുതലും മോശമായ ചികിത്സയ്ക്കൊപ്പം അസുഖവും അടയാളപ്പെടുത്തി. വിശുദ്ധ ജോൺ ഓഫ് ദ ക്രോസ് 1582 ഒക്ടോബറിൽ ആവിലായിലെ സെൻറ്റ് തെരേസയുടെ മരണത്തിന് 9 വർഷങ്ങൾക്ക് ശേഷം ഡിസംബർ 14, 1591 പുലർച്ചെ മരിച്ചു. സംശയം, മോശമായ പെരുമാറ്റം, അപമാനം എന്നിവ അദ്ദേഹത്തിൻ്റെ മതജീവിതത്തിലെ ഭൂരിഭാഗം സമയത്തെയും സവിശേഷതയായിരുന്നു. എന്നാൽ ഈ പരീക്ഷണങ്ങൾ ഈ ലോകത്തിലെ കാര്യങ്ങളിൽ അവൻ്റെ ആശ്രയം തകർത്തുകൊണ്ട് അവനെ ദൈവത്തോട് അടുപ്പിച്ചതായി മനസ്സിലാക്കപ്പെടുന്നു. അതനുസരിച്ച് എല്ലാറ്റിനും ഉപരിയായി ദൈവത്തെ സ്നേഹിക്കേണ്ടതിൻ്റെ ആവശ്യകത അദ്ദേഹത്തിൻ്റെ രചനകൾ ഊന്നിപ്പറയുന്നു. ഒന്നുമില്ലായ്മയും അതുപോലെ ഒന്നും തടഞ്ഞു നിർത്താതെയും. അദ്ദേഹത്തിൻ്റെ ജീവിതാവസാനത്തോട് അടുത്ത് മാത്രമാണ് വിശുദ്ധ ജോണിൻ്റെ സന്യാസ മേലധികാരി അദ്ദേഹത്തിൻ്റെ ജ്ഞാനവും വിശുദ്ധിയും തിരിച്ചറിഞ്ഞത്. വർഷങ്ങളോളം അദ്ദേഹത്തിൻ്റെ പ്രശസ്തി അന്യായമായി അനുഭവപ്പെട്ടിരുന്നെങ്കിലും അദ്ദേഹത്തിൻ്റെ മരണശേഷം ഈ സ്ഥിതികൾ മാറിമറിഞ്ഞു. 1675 അദ്ദേഹം വാഴ്ത്തപ്പെട്ടവനായി പ്രഖ്യാപിക്കുകയും 1726 വിശുദ്ധനായി പ്രഖ്യാപിക്കുകയും 20-ാം നൂറ്റാണ്ടിൽ പിയൂസ് 11 മാർപ്പാപ്പ അദ്ദേഹത്തെ സഭയുടെ ഡോക്ടറായി നാമകരണം ചെയ്യുകയും ചെയ്തു.